അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് നാം ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ അള്ളാഹുവിലേക്ക് നാം പശ്ചാത്തപിച്ച് നാം മടങ്ങിക്കഴിഞ്ഞാൽ മല പോലെ എത്ര തെറ്റുകൾ നാം അള്ളാഹുവിനോട് നാം ചെയ്തിട്ടുണ്ടെങ്കിലും തൂബു ഇലല്ലാ, അള്ളാഹുവിലേക്ക് നാം പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല മല പോലെയുള്ള എത്ര തെറ്റുകളും അള്ളാഹു തആല നമുക്ക് പുറത്തു തരുന്നതാണ്. അതുകൊണ്ടാണ് നരകത്തിൻ്റെ തീയെ കെടുത്തുവാനുള്ള ശക്തി അറബിക്കടലിൻ്റെ ജലാശയത്തിനില്ല. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന് നരകത്തിൻ്റെ തീയെ കെടുത്തുവാനുള്ള ശക്തിയുണ്ട് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം പശ്ചാത്തപിച്ച് നാം മടങ്ങുക. സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അത്താഇബു കമൽ ലാ ദംബ ലഹു, തൗബ ചെയ്തവൻ ഒരു പാവവും ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം പശ്ചാത്തപിച്ച് നാം മടങ്ങും. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു തആല വളരെയധികം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ തന്നെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം തൗബ ചെയ്ത് നാം മടങ്ങും. അങ്ങനെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.